ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. പ്രസാദ് എം.ജെ. ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദെ, മറ്റൊരു ഭാഗത്ത് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ബംഗളൂരിൽ അടക്കം എത്തി പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നു. ഈ ഒന്നാം പ്രതിയുടെ വീട്ടിലൊക്കെ തന്നെ പരിശോധന നടത്തി കഴിഞ്ഞു. അതിൽ കുറെ നിർണായക കണ്ടെത്തലുകളും ഒക്കെ ലഭിച്ചിരിക്കുന്നു. ഇങ്ങ് ഈ ശബരിമലയുടെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമാണ് ആറന്മുള. അവിടെ നിന്നും ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള ചില കണ്ടെത്തലുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുന്നു. എങ്ങനെയാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത് പ്രസാദ്? കലവർഷം ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഏകദേശം രാവിലെ 10 കൂടിയാണ് അമിക്കസ് ക്യൂറിയായ ജസ്റ്റിസ് ശങ്കരൻ ഇവിടെ എത്തിയത്. മറ്റേ ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് അവിടുത്തെ ദേവസ്വം രജിസ്റ്ററും മറ്റുമൊക്കെ പരിശോധിച്ച് അവിടുത്തെ കണക്കെടുപ്പ് നടത്തിയിരുന്നു. നമുക്ക് അവിടെ നിന്നും ലഭ്യമായ, മാധ്യമങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയെങ്കിലും നമുക്ക് ലഭ്യമായ രഹസ്യ വിവരം അനുസരിച്ച് അവിടെ ഭക്തർ ഭഗവാന് നടക്കി വെച്ചിട്ടുള്ള സ്വർണം, വെള്ളി, ചെമ്പ് മറ്റുള്ള ഉൾപ്പെടെയിലൊക്കെ രജിസ്റ്ററിലെയും മറ്റേ അവരെ വ്യക്തമായിട്ട് നോക്കിയ അളവ് തൂക്കങ്ങളിൽ വളരെയധികം വ്യത്യാസം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആറന്മുളയിലെയും ശബരിമലയിലെ ഏറ്റവും പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂറിന് മുമ്പ് വിജിലൻസ് SP, ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് SP അദ്ദേഹം വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം ഇന്നോടുകൂടി പൂർത്തിയാകുമെന്നാണ് കാളിദാസൻ നമുക്ക് ഇവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. അപ്പം ഈ റിപ്പോർട്ടും കാളിദാസൻ മുമ്പ് പറഞ്ഞതിന്റെ കൂട്ട് ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഇന്ന് കസ്റ്റഡിയിലുള്ള റിമാൻഡിലുള്ള എസ് മുരാരി ബാബു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെ വലിയ വിവാദം ഉണ്ടാക്കുന്ന ഒരു മൊഴി അന്വേഷണ സംഘത്തിന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ ഈ രജിസ്റ്ററിൽ ചെമ്പ് എന്ന് എഴുതിയെങ്കിൽ മാത്രം, പക്ഷെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ അന്നത്തെ ദേവസ്വം ബോർഡും അതിന്റെ ഭരണാധികാരികൾക്കും ഇതിനകത്ത് ചുമതല ഉണ്ടെന്ന് കൂടി പറഞ്ഞതുകൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കേസിന്റെ മറ്റൊരു വഴിത്തിരിവിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബുവിനെ 29-ന് കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്നലെ തന്നെ റാന്നി ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറന്റ് എന്നുള്ള അനുമതി വാങ്ങിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ 30-ാം തീയതി ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് കാലാവധി കഴിയുകയാണ്. അപ്പൊ ഇവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുത്തി കൂടുതൽ അന്വേഷണത്തിന് ഉള്ള നേതൃത്വം നൽകുകയാണ് കാളിദാസ ഇപ്പോൾ ഈ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഭാരവാഹികൾക്കും മറ്റ് ജീവനക്കാർക്കും നോട്ടീസ് നൽകി അവരുടെ ഓഫീസിൽ വരുത്താനുള്ള തീരുമാനവും അറിയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നമ്മുടെ ഇവിടെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കാളിദാസ. ഞാനിപ്പോൾ ആറന്മുളയിൽ നിന്നുണ്ട്, ക്ഷേത്രത്തിനടുത്ത് തന്നെ ഉണ്ട് കാളിദാസ. ശരി, പ്രസാദ് M.J. ആണ് വിവരങ്ങൾ നൽകിയത്. ആറന്മുള ശബരിമല ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമാണ്. അവിടെ പരിശോധന നടക്കുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ പുരോഗമിക്കുന്നു. മഹസറിലടക്കമുള്ള വ്യക്തതക്കുറവ്, അത്തരത്തിലുള്ള സാങ്കേതികപരമായ പിഴവുകളൊക്കെ തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടപ്പെട്ടതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ മഹസറിൽ ഉള്ള അല്ലെങ്കിൽ മഹസറിൽ ഉൾപ്പെടുത്തിയ അത്രയും തന്നെ ഈ പരിശോധിക്കുമ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ കുറേയൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട്. അതിൽ നിർണായക കണ്ടെത്തലുകൾ നേരത്തെയും ശബരിമലയിലെ സ്ട്രോങ് റൂമുകൾ പരിശോധിച്ച ശേഷമൊക്കെ തന്നെ ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കരന്റെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘം പരിശോധനാ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. അതിൽ നിർണായക കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രസാദ് M.J. ആണ് വിവരങ്ങൾ നൽകിയത്.